ഇത് ചന്ദ്രക്കാരൻ മാങ്ങ. നാട്ടുമാവിൻ്റെ മാങ്ങ പോലെ പഴുത്തു കഴിഞ്ഞാൽ നല്ല രുചിയും മണവുമാണുള്ളത്. ഇതുപയോഗിച്ച് ഒരു മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കാം. തോല് പൊളിച്ച് വൃത്തിയാക്കി എടുക്കണം. നല്ല ഓറഞ്ച് നിറമാണ് ഇതിന്. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ ഒരു ശർക്കര ഇടുക. അത് അലിയിച്ചെടുത്ത് അതിലേക്ക് ഈ മാങ്ങ ചേർത്ത് നന്നായി വരട്ടിയെടുക്കണം. ആ മധുരം എല്ലായിടത്തും ഒന്ന് എത്താൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സാധാരണ കറി ഉണ്ടാക്കിയിട്ട് ശർക്കര ചേർക്കാറുണ്ട്. അതിന് പകരം ഇങ്ങനെ ശർക്കരയിൽ ഒന്ന് വരട്ടിയെടുക്കുക. പിന്നീട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർക്കാം. അതിനുശേഷം മുളക് പൊടി എരിവനുസരിച്ച് ചേർക്കുക. പിന്നെ അല്പം ഉപ്പ് ചേർക്കുക ആവശ്യത്തിന്. നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം തിളപ്പിച്ച് വെച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ വെള്ളത്തിൽ ഈ മാങ്ങയൊന്ന് വേവിച്ചെടുക്കണം. അതിനുശേഷം അല്പം തൈര് ഒഴിച്ചു കൊടുക്കുക. അധികം പുളിയില്ലാത്ത തൈര് ഉടച്ചത് ചേർത്ത് കൊടുക്കുക. അത് നന്നായി ഇളക്കുക. ഒന്ന് തിളച്ച് വരണം നന്നായിട്ട്. അതിനുശേഷം നമ്മൾ തേങ്ങയും ജീരകവും പച്ചമുളകും കൂടി ചേർത്ത് അരച്ചത്, ആ അരപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് തിളപ്പിക്കണം. ഈ സമയത്തും ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. കുറച്ച് കഴിഞ്ഞാൽ ഇത് കട്ടയാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചേർത്ത് കൊടുക്കുക. അതുകൂടി കഴിഞ്ഞാൽ കറി റെഡിയായി. ഇനി കടുക് വറക്കുക. അങ്ങനെ നല്ല രുചിയുള്ള മാമ്പഴ പുളിശ്ശേരി തയ്യാറായി. ഇനി ചോറും കൂട്ടി ഒരു പിടി പിടിക്കാം.